ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ സ്ലോ അല്ലേ? പറ. സ്ലോ വേഴ്സസ് ഫാസ്റ്റ് വേഴ്സസ് ഫുഡ് ഈറ്റിംഗ് ചാലഞ്ച്. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്നൊരു ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയും ചിലതൊക്കെ വാങ്ങി കുറച്ചൊക്കെ പ്രിപ്പയർ ആക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലോട്ട് നമ്മൾ കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം നമ്മളെ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ഫുഡ് ഐറ്റം വെച്ചിരിക്കുന്നത് നൂഡിൽസ് ആണ്. കുറച്ച് മുന്നേ ഞാൻ നന്നായി ചേച്ചിക്ക് ഇതൊക്കെ ഉണ്ടാക്കിയതേ ഉള്ളു. 3 കാർഡ് ഉണ്ട് ഇവിടെ. ഒരെണ്ണത്തിൽ ഫാസ്റ്റ്, ഒരെണ്ണത്തിൽ സ്ലോ, ഒരെണ്ണത്തിൽ പോസ്. സോ നമുക്ക് ആദ്യം കാർഡ് സെലക്ട് ആക്കിയിട്ട് ചലഞ്ച് തുടങ്ങാം. സംഭവം എന്ന് വെച്ചാൽ റൂൾ എന്തെന്ന് വെച്ചാല് ഫാസ്റ്റും സ്ലോവും കിട്ടുന്നവരാണ് ജയിക്കുന്ന പോലെ ഉള്ളത്. അപ്പൊ പോസ് കിട്ടുന്ന ആൾക്കാണ് ഇതിൽ പണി വരുന്നത് സുഹൃത്തുക്കളെ. ഫാസ്റ്റും സ്ലോയും കിട്ടുന്ന ആൾക്ക് പോസിനെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരമുണ്ട്. പോസ് കിട്ടുന്ന ആളോട് നമുക്ക് ഫാസ്റ്റും സ്ലോയും കിട്ടുന്ന ആൾക്കാർക്ക് ഇഷ്ടമുള്ള ടൈമിൽ നമുക്ക് പോസും ചെയ്യാം, പ്ലേയും ചെയ്യാം. പറഞ്ഞില്ലേലും കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലോട്ട് പോവാം. നമ്മൾ കാർഡ് ഇടാൻ പോവാണ് സുഹൃത്തുക്കളെ. എല്ലാവരും പ്രാർത്ഥിക്കുക. എന്റെ കുഞ്ഞി കൈ ആയതുകൊണ്ട് ഗൈസ് ഒന്നും നിൽക്കുന്നില്ല. 1 2 3 സ്റ്റാർട്ട്. സ്ലോ ആണോ? ആയിരിക്കും ഫാസ്റ്റ്. ഇന്ന് നമ്മളൊരു കളി കളിക്കും. അപ്പൊ ഓക്കെ ഗൈസ്, എനിക്ക് ഫാസ്റ്റ് ആണ് കിട്ടിയത്. നന്ദന ചേച്ചിക്ക് പോസ്, അമ്മയ്ക്ക് സ്ലോ ആണ് കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് രണ്ടുപേർക്കും അധികാരമുണ്ട്. നന്ദന ചേച്ചിക്ക് എപ്പോ വേണേലും പോസ് പറയാം, എപ്പോ വേണേലും പ്ലേ പറയാം. കഴിച്ചോ നന്ദന ചേച്ചി പോസ്. പ്ലേ. നീ മനഃപൂർവ്വല്ലേ? പോസ്. പ്ലേ. പോസ്. എനിക്ക് കുറച്ചേരം കഴിച്ചോ. പോസ്. പ്ലേ. പണി നിനക്കും കിട്ടും തിരിച്ച്. കഴി അങ്ങോട്ട്. പോസ്. അവിടെ കുറച്ചേരം നിൽക്കും. അവിടെ നിന്നോട്ടോ. പ്ലേ. പോസ്. പ്ലേ. പോസ്. സമ്മതിക്കത്തില്ലേ? അപ്പൊ ഗൈസ്, ഫസ്റ്റ് റൗണ്ട് തീർന്നിരിക്കുന്ന സുഹൃത്തുക്കളെ. നന്ദന ചേച്ചിക്ക് പണി കിട്ടി. പണി കൊടുത്തു അഞ്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾക്കും ഒരവസരം കിട്ടും. യാക്കും കിട്ടും, യാക്കും ബോസ് കിട്ടും. ആലോചിച്ചിരി, ഞാൻ തരും പണി. അപ്പൊ ഗൈസ്, സെക്കൻഡ് റൗണ്ടിലോട്ട് പോവാണ്. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഷവർമ. നല്ലോണം കുല്ലിക്ക. ആർക്കാണോ പോസ് കിട്ടുന്നത്. എനിക്കാണ് പോസ് കിട്ടിയത്. ആർക്കാണോ പോസ് കിട്ടുന്നത്. യാക്കും കിട്ടും, യാക്കും ബോസ് കിട്ടും. സ്ലോ അഗെയിൻ സ്ലോ. അപ്പൊ ഗൈസ്, നമുക്ക് ഷവർമ ഓപ്പൺ ആക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ സെക്കൻഡ് റൗണ്ടിലോട്ട് പോവാണ്. സെക്കൻഡ് റൗണ്ടിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് പോസ്, ചേച്ചിക്ക് ഫാസ്റ്റ് ആൻഡ് അമ്മയ്ക്ക് സ്ലോ ആണ് കിട്ടിയിട്ടുള്ളത്. സോ ഇവർക്ക് രണ്ടുപേർക്കും എന്നെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരമുണ്ട്. തുടങ്ങാം. ആദ്യം തന്നെ വലിയൊരു ബൈറ്റ് ഇടുക, ഇല്ലെങ്കിൽ ഒരു പോസ് പറയും. കടൽ കാറ്റിൻ നെഞ്ചിൽ നല്ല ടേസ്റ്റ്.
ഞാൻ അത് നല്ല രസമുണ്ടല്ലേ അഞ്ജുനെ പോലെ ഇരിക്കുന്നത്. അയ്യോ അപ്പോഴത്തേക്ക് വലിയൊരു ഭക്ഷണം എടുത്താൽ പോ കഷ്ടം. അത് ഇങ്ങനെ ഒരു പഞ്ചഭാവം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉറങ്ങാൻ മാത്രമേ പാവുള്ളായിരുന്നു. വായിച്ചാൽ നിറച്ചിരിക്കുക ഷവർമ്മ. ഒന്നും വയ്യാത്ത അവസ്ഥയിൽ പാവം. അഞ്ചു പോളെ ഞങ്ങൾക്ക് അവസരം കിട്ടുവോടെ. അനങ്ങാൻ പാടില്ല. സ്റ്റാച്യു സ്റ്റാച്യു ചിരിക്കുന്നു വായിലിരിക്കുന്ന പുറത്തു പോകും. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മുടെ ഷവർമ്മ ചലഞ്ചിങ് കഴിഞ്ഞു. അതിനകത്ത് എനിക്കാണ് പണി കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ഇനി ആരെ എൻകറേജ് ചെയ്യത്തുമില്ല. അപ്പൊ ഗൈസ് നമുക്ക് തേർഡ് റൗണ്ടിലോട്ട് പോവാം. തേർഡ് റൗണ്ടിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ടീലോ. എനിക്ക് സ്ലോ പോസ് അത് എക്സ്പ്രഷനോട് എനിക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ആക്കാം. 1 2 3 സ്റ്റാർട്ട്. ഗൈസ് നമ്മളിത് ഉറിഞ്ചിയാണ് കുടിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇങ്ങനെ വാ വെച്ച് കുടിക്കണം. പേഴ്സണലി എനിക്ക് വാ വെച്ച് കുടിക്കുന്നത് ഇഷ്ടമല്ല. അപ്പൊ ഗൈസ് 1 2 3 സ്റ്റാർട്ട്. പോസ്. കാറ്റ് പോന്നല്ലോ. സ്ലോ അല്ലേ, ഞാൻ മറന്നുപോയി. അവിടെ ഇരുന്നോ. പോസ്. ബാക്കിയുള്ളവർ അയൽവക്കത്തെ പാത്രത്തിൽ നോക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ടീലോടെ ആ ഒരു റൗണ്ട്, തേർഡ് റൗണ്ട് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് റൗണ്ട് നമ്മൾ എടുത്തിരിക്കുന്നത് പച്ചമുളക്. ഇതാണ് സത്യം പറഞ്ഞ പണി. ഈ റൗണ്ടിൽ പോസ് കിട്ടുന്നവരുണ്ടല്ലോ. എനിക്ക് വരാൻ പ്രാർത്ഥിക്കാം. അതെ, മഴ അമ്മ ഈ പോസ് കിട്ടിയില്ലല്ലേ. ഇയാള് പോസ് എടുക്കാത്ത എന്താ അറിയാം, വളം കൂട്ടി കടുക്കി എടുക്കുന്നത്. ആലോചിക്കുന്നത് എങ്ങനെ കഴിക്കുന്നു. അപ്പൊ കഴിച്ച് നമ്മൾ പച്ചമുളകിന്റെ റൗണ്ട് ആരംഭിച്ചു. പകുതി കഴിച്ചാൽ മതി, ഇത് ഫുള്ള് കഴിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. മോളെ ഉള്ള മുളക് ഏറ്റവും ചെറിയ മുളകതാ. എനിക്കാണ് ഏറ്റവും സൈസ് കൂടിയ, ഏറ്റവും വലിയ സൈസ്. എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരും എന്റെ അടുത്ത് കുറച്ച് കരുണ കാണിക്കണം. ഒരു കരുണ ഇല്ല. ഓൾ പാർട്ടിസിപ്പൻസ് ആർ ഈക്വൽ. ഏറ്റവും ബുദ്ധിമുട്ടുള്ള സംഭവമല്ലേ, ബാക്കിയെല്ലാം നമുക്ക് എല്ലാവരും പിള്ളേരായ ഞങ്ങളോ. അപ്പം നമുക്ക് തുടങ്ങാം. എനിക്ക് ഒരു താല്പര്യമില്ല റൗണ്ടിന്. എനിക്ക് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാം. പകുതി കഴിച്ചാൽ 1 2 3 സ്റ്റാർട്ട്. ഐഡിയ നന്ദനയുടെ ആയിരുന്നു സാധനം. ഇതിന്റെ ഐഡിയ നന്ദനയുടെ ആയിരുന്നു, കിട്ടിയത് എനിക്ക്.
പറ്റത്തില്ല. എനിക്ക് വേണ്ട. ചാലഞ്ച് കഴിച്ചേ പറ്റത്തുള്ളൂ. എനിക്ക് ഇഷ്ടമല്ല. അത് പറ്റത്തില്ല. പോസ്. എനിക്ക് വേണ്ട. ടാസ്ക് മതിയല്ലേ? ഈ ടാസ്ക് മതി. ഓക്കെ. എനിക്ക് വേണ്ട guys. സത്യം പറഞ്ഞ ഒരു കുഞ്ഞു ബൈറ്റ് എടുത്തോളൂ. ഞാനൊന്നേ അവള് പിന്നെ കഴിക്കാത്തോണ്ടാ അവള് ചിരിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് വേണ്ട. ഈ കോമ്പറ്റീഷനില് അഞ്ജുനെ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ശരി, ഇനി അടുത്ത ഇതിലോട്ട് ഭയങ്കര ഗൈസ് നെക്സ്റ്റ് റൗണ്ട്. അപ്പൊ ഗൈസ് നമ്മുടെ 4th റൗണ്ട് കഴിഞ്ഞു. ഞാൻ എനിക്ക് ഒട്ടും പറ്റത്തില്ല കേട്ടോ പച്ചമുളക് വെച്ചാൽ സ്പൈസി ഫുഡ് കഴിക്കും. പക്ഷെ പച്ചമുളക് അങ്ങനെ പച്ചക്ക് കഴിക്കുന്ന എനിക്കത് പറ്റൂല. സോ ഞാനത് സ്കിപ്പാക്കി ഒരു ബൈറ്റ് കഴിച്ചു. ഇവര് രണ്ടുപേരും എരിഞ്ഞായിരുന്നു, കുഴപ്പമില്ല. സോ ലാസ്റ്റ് റൗണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഐസ്ക്രീം, വാനില ഐസ്ക്രീമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സോ നമുക്ക് കാർഡിടാം. ഇത് പോസ് കിട്ടിയാലും സ്ലോ കിട്ടിയാലും ഫാസ്റ്റ് കിട്ടിയാലും ഒന്നുമില്ല. എനിക്ക് ഫാസ്റ്റ് പോസ്. സ്ലോ. നന്ദന ചേച്ചിക്കാ ഗൈസ്. എനിക്ക് ഒരു പോസ് കിട്ടി. അവിടെ നന്ദന ചേച്ചിക്ക് എത്ര പോസ് കിട്ടി? 3 പോസ്. അമ്മയ്ക്ക് 1 പോസ്. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. പോസ്. സ്ലോ. നാളെ ആവും ഇത് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക്. അവൻ കുരിക്കുന്ന കുരിക്കടിച്ചെടുക്കുമ്പോൾ ഗോലുമാൽ. പിന്നെ പോസ് എന്തോ അതൊക്കെ അങ്ങോട്ട് വെയ്യ പ്ലേ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ഫാസ്റ്റ് വേഴ്സസ് സ്ലോ വേഴ്സസ് പോസ്റ്റ് ഫുഡ് ഇറ്റിംഗ് ചാലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. ടോട്ടലി നന്ദന ചേച്ചിക്ക് 3 പോസസ് ആണ് കിട്ടിയിരിക്കുന്നത്. എനിക്കും അമ്മയ്ക്ക് ഓരോന്ന് വെച്ച് കിട്ടിയിട്ടുള്ളൂ. ചാലഞ്ച് ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ നല്ലൊരു ഫൺ ആൻഡ് എന്റർടൈനിങ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഈ വീഡിയോ ഇത്രയുള്ള. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ചാലഞ്ച് ഏതായിരുന്നു? അത് ഭയങ്കര ചാലഞ്ചിങ് അല്ലായിരുന്നു. അവക്ക് ചാലഞ്ചിങ് അല്ലായിരുന്നു. അപ്പൊ ഇവളെ അതിനകത്ത് കൂട്ടണ്ടിയല്ലാത്ത നീ തോറ്റു. കാര്യം അമ്മയെ അങ്ങ് സമ്മാനിച്ചു കൊടുക്കുക. സോ അമ്മയാണ് ഗൈസ് വിജയിച്ചിരിക്കുന്നത്. നന്ദന ചേച്ചിയാണ് തോറ്റിരിക്കുന്നത്. ഞാനും തോറ്റു. അപ്പൊ ഗൈസ് നമ്മുടെ ഈ ചാലഞ്ച് ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ചാലഞ്ച്? പറ. നല്ല ചാലഞ്ച് ആയിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്നത് പച്ചമുളക് കഴിക്കുന്നതായിരുന്നു അല്ലേ. എരി ബാക്കിയുള്ള നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ. ഈ പച്ചമുളക് ആയിരുന്നു ഏറ്റവും വലിയൊരു ചാലഞ്ചിങ് ഗെയിം. എനിക്കും കൊള്ളായിരുന്നു. പോസ് കിട്ടണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ പോസ് കിട്ടിയ നന്ദനയ്ക്കാ. അപ്പൊ ഓക്കെ ഗൈസ്, എനിക്ക് വലിയ അഭിപ്രായം. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു ചാലഞ്ച്, സൂപ്പർ ആയിരുന്നു. ഇനി നമ്മൾ ഇതുപോലത്തെ ചാലഞ്ചൊക്കെ ചെയ്തുകൊണ്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് ഫോർ ദി വ്ലോഗ്. ബൈ. ബ്ലൂം ബ്ലൂം.